ഹായ് ഓൾ, എല്ലാവർക്കും വാച്ചസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കാണ്. എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ് കുട്ടികൾ പെട്ടെന്ന് വലുതാവുമ്പോൾ ഡ്രസ്സൊക്കെ ചെറുതായി പോകുന്നത് അല്ലേ. നല്ല ഡ്രസ്സുകളായിരിക്കും, പക്ഷെ അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചെറുതായി പോകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഡ്രസ്സ് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ അത് ഒഴിവാക്കും, അല്ലെങ്കിൽ ചിലർ സൂക്ഷിച്ചും വെക്കും കേട്ടോ. അത് കാണാനുള്ള ഭംഗി കൊണ്ടൊക്കെ എടുത്തു വെക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ക്രാഫ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമ്മളെ മക്കൾക്ക് തന്നെ അത് ഉപയോഗപ്പെടുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു കത്രിക വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനുള്ള കത്രിക, നൂല്, പിന്നെ അളവെടുക്കാനുള്ളൊരു ടാപ്പ്, പിന്നെ സൂചി, നൂല്, പിന്നെ ഏതെങ്കിലും ഒരു നല്ല മക്കളുടെ ഒരു ഹെയർ ബാൻഡും കൂടെ വേണം, അത് അളവെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു നോട്ട് ബുക്ക് വേണം, നമ്മൾ അളവൊക്കെ എഴുതി വെക്കാൻ, പിന്നെ ഒരു പെന്ന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ പെട്ടെന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഹെയർ ബാൻഡിന് എടുക്കുന്ന ഈ ക്ലോത്ത് ബനിയൻ ക്ലോത്ത് ആയിരിക്കാൻ ബനിയൻ ക്ലോത്ത് ആയി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അതിങ്ങനെ വലിഞ്ഞിരിക്കുമല്ലോ, അതാണ് അതിൻ്റെ ഒരു സുഖം. ഇലാസ്റ്റിക് ഒന്നും വെക്കേണ്ട ആവശ്യവും വരില്ല. അതാണ് നല്ല ഇങ്ങനെ വലിയുന്ന ടൈപ്പ് ക്ലോത്തുകൾ എടുക്കാൻ നോക്കണം. ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നന്നായിട്ട് സ്ട്രെച്ച് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അളവിലൊന്നും അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അളവ് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് ഹെഡിൽ ഇടാം. ഇനി വേണ്ടത്, നമ്മളൊരു ടാപ്പ് എടുത്തിട്ട് പഴയൊരു ഹെഡ് ബാൻഡ് കൊടുത്ത് നമ്മളൊന്ന് അളവെടുക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവെടുത്ത് ചെയ്യുക. ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും തെറ്റുകളൊക്കെ പറ്റും. അപ്പോൾ മാക്സിമം തെറ്റുകൾ കുറക്കാൻ വേണ്ടി നമ്മൾ അളവെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു കറക്റ്റ് കണക്കൊക്കെ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പോവില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. പിന്നെ ചെയ്ത് ശീലമാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു കണക്കൊക്കെ നമുക്ക് നമ്മളെ മനസ്സിൽ വരും. പിന്നെ അതിൻ്റെ വീതിയും കൂടെ എടുക്കുക. ഈ പിങ്ക് ഫ്രോക്കിലാണ് ഞാൻ ആദ്യം ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ അടിയിലെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നോട്ടിൽ നിന്ന് വീതിയും നീളവും ഒക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ റൗണ്ടിലായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതിനെ മടക്കി അടിച്ചെടുക്കണം. അടിക്കുക, തുന്നുക, എന്താ നമ്മളെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ പകുതി മടക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയെടുക്കും. നല്ല ഭാഗം ഉള്ളിൽ വന്നിട്ട് ചീത്ത ഭാഗം പുറത്തേക്ക് വരുന്ന പോലെ അതിൻ്റെ ചുറ്റിലും നമ്മൾ അടിച്ചെടുക്കും. ഈ ചുറ്റിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മളൊരു കുറഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ. ഈ കൈ വെച്ച് അത്ര ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി മുഴുവനും റൗണ്ടിൽ അടിച്ചെടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത ഭാഗം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഉള്ളിലെ ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ വെക്കും. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ചുറ്റിനും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കുറഞ്ഞ ഭാഗം അടിക്കാതെ വെക്കും. എന്നിട്ട് വേണം നമുക്ക് നല്ല വശം പുറത്തേക്ക് ഇടാൻ, ചീത്ത വശം ഉള്ളിലേക്കാവുന്ന പോലെ. ഈ കാണുന്ന പോലെ പുറത്തേക്ക് നമ്മൾ നല്ല വശത്തിന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അങ്ങനെ കുത്തിയിട്ടെടുത്താലും മതി.
പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് റൗണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ അത് എത്ര ആയിട്ടും എടുക്കാൻ കുറച്ച് ടഫായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നടുവിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം അത് എടുക്കാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് കിട്ടി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. കൈകൊണ്ട് തുന്നാൻ പറ്റുന്നവരാണെങ്കിൽ തുന്നുക, ടൈമില്ലാത്തവർ മെഷീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് പണി എളുപ്പമാവും. കുട്ടികളൊക്കെ ഉള്ളവർക്ക് തുന്നിയെടുക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലോ, അപ്പോൾ മെഷീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ചീത്ത ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വന്നു. ഞാൻ നടുവിലൊരു കട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോങ് ആയിട്ടൊരു സ്ട്രിപ്പ് കിട്ടും നമുക്ക്. എന്നിട്ട് ഈ ഭാഗം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ അവിടെ നിന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് കാണുമെന്നുള്ള ടെൻഷൻ വേണ്ട. അവിടെയാണ് നമ്മൾ ഹെഡ് ബാൻഡിന് വേറൊരു തുണി കൊണ്ട് നമ്മളതിനെ മറക്കും. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. ആ ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ തുന്നിയ ഭാഗം കാണുന്നുണ്ട് പുറത്തേക്ക്, പക്ഷെ അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. അത് നമ്മൾ ഹെഡ് ബാൻഡ് വെച്ച് വരുമ്പോൾ കാണില്ല. ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ബാക്കിയുള്ള പീസ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ സ്ക്വയറായിട്ട് മുറിക്കാം. ഇത് കുറച്ച് ചെറിയ പീസായിപ്പോയി. കുറച്ചുകൂടെ വലുത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കട്ട് ചെയ്ത് തന്നപ്പോൾ കുറച്ച് ചെറുതായിപ്പോയി. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ഹെയർ ബാൻഡിൻ്റെ വലുപ്പം നോക്കിയിട്ട് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഹെയർ ബാൻഡിൻ്റെ നേർ പകുതിയായിട്ടൊരു പീസ് സ്ക്വയറായിട്ട് എടുക്കുക. എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിലും അടിച്ചെടുക്കുക. ഒരു ചെറിയ ഹോള് ഇട്ടിട്ട് ബാക്കിയെല്ലാം അടിച്ചെടുക്കുക. അതിൻ്റെ ചീത്ത ഭാഗത്ത് അടിച്ചെടുക്കുക. എന്നിട്ട് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന വിധം നമ്മൾ അടിച്ചിട്ട് അത് മറിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നീളത്തിലൊരു സ്ട്രിപ്പ് ഇതേപോലെ നേരത്തെ കിട്ടിയ പോലെ കിട്ടും. ഇതാണ് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കിട്ടും. പക്ഷെ അതിനൊരു ഹോളുണ്ട്, അത് കുഴപ്പമാക്കണ്ട. ആ ഹോളിലൂടെയാണല്ലോ നമ്മൾ പുറത്തേക്ക് നല്ല ഭാഗം മറിച്ചിട്ടത്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഹെയർ ബാൻഡ് എടുക്കുക. ഇതിൻ്റെ ഹോളും നേരത്തെ അടിച്ച ഭാഗം കൂടെ വരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ഒരു കെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു കെട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ കെട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിച്ച ഭാഗം കാണുകയില്ല, ഇതിൻ്റെ ഹോളും മറയും. അപ്പോൾ നമ്മൾ ഒരു ബോ പോലെ നല്ല വൃത്തിയിൽ സെറ്റാക്കി എടുക്കുക. അത് കുറച്ച് സമയം എടുത്താലും നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ഫസ്റ്റ് സ്റ്റൈല്. ഇനി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹെയർ ബാൻഡ് അതിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇതുപോലെ തന്നെ വേറൊരു കുഞ്ഞു പീസ് നമുക്ക് ഹെയർ ബാൻഡ് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പകരം വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു പീസ് എടുത്തിട്ട് ഇത് നേരത്തെ കാണിച്ച പോലെ നല്ല ഭാഗം പുറത്തേക്ക് വരികയും ചീത്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലും അടിച്ചെടുക്കാം. നമുക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ പഴയ ചുരിദാറിൻ്റെയോ പഴയ ഷർട്ടിൻ്റെയോ പഴയതായിട്ടുള്ള ഷർട്ടിൻ്റെയോ ചുരിദാറിൻ്റെയോ എന്ത് പീസ് ഉണ്ടെങ്കിലും നമുക്കതിന് ഇതുപോലൊരു ചെറിയ സ്ക്വയറിൽ അടിച്ചെടുക്കാം. എന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആക്കിയെടുക്കാം. ഞാൻ എൻ്റെ മോൾക്ക് പല ഡ്രസ്സിനും ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആക്കി എടുക്കാറുണ്ട്. അപ്പോൾ വലിയൊരു ഭാരം പോലെ നമുക്ക് തോന്നുകയില്ല. ആകെ ഇപ്പോൾ ബ്ലാക്ക് കളറിലോ കോമൺ ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സ് ഏതാണുള്ളത് ആ കളറിൽ നമ്മളിങ്ങനെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഈ ചെറിയൊരു പീസ് അടിച്ചെടുക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ പല കളേഴ്സിലും അടിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും. ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളായിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയൊരു സന്തോഷം ഉണ്ടാകും. അവരത് അണിഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ കാശ് കൊടുത്താൽ കടയിൽ നിന്ന് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ നമ്മളായിട്ട് അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്തത്. കാരണം ഒരുപാട് സമയമൊന്നും ഇങ്ങനെ ക്രാഫ്റ്റിനായിട്ട് ചിലവാക്കാൻ നമ്മൾ ആരുടെ അടുത്തും ഉണ്ടാവില്ല. എല്ലാവരും ബിസിയാണ്. അപ്പോൾ കുറച്ച് സമയത്ത് അധികം പണിയില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത്
ഇങ്ങനെ ഒരു ഐഡിയയും കൂടെ പറഞ്ഞു തന്നത്. ഒരൊറ്റ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൽ പല കളേഴ്സും നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പല ഡ്രസ്സുകൾക്ക് മാറി മാറി ഇങ്ങനെ അവിടെ മാത്രം ഒന്ന് കെട്ടി കൊടുക്കേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വേർഷനാണ് ഹെയർ ബാൻഡിൻ്റെ. ഇനി മറ്റൊരു ഹെയർ ബാൻഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് നേരം കൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ സമയം എടുക്കും, എന്നാലും ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ തന്നെ പഴയ ഒരു ലെഗിൻസാണ്. അതിൻ്റെ ഒരു കാലിൻ്റെ ഭാഗമാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. അളവൊക്കെ എടുത്തിട്ട് നമ്മൾ വെട്ടിയെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അളവെടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഹെയർ ബാൻഡിൻ്റെ അളവാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഒരു കാലിൻ്റെ ഭാഗം മുഴുവനും വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ആദ്യം ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാം. നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ചീത്ത ഭാഗത്ത് ഒരു ചെറിയൊരു ഹോളിട്ടിട്ട് ചീത്ത ഭാഗം മുഴുവൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്വയറായിട്ട് അടിച്ചു കൊടുത്തിട്ട് നല്ല ഭാഗത്തിനെ പുറത്തേക്ക് മറിച്ചിടുക. അടിച്ച ശേഷം കൈകൊണ്ട് തുന്നുന്നേക്കാളും ബെറ്റർ അടിക്കുന്നത് തന്നെയാണ്. കാരണം കൈകൊണ്ട് തുന്നുമ്പോൾ സൂചിയൊക്കെ കയ്യിൽ കൊള്ളാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും ഇതാണ് ബെസ്റ്റ്, അടിച്ചെടുക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു നടുവിലൊരു ഹോളിട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ചീത്ത ഭാഗം പുറത്തേക്ക് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന ചീത്ത ഭാഗത്ത് അടിച്ചിട്ട് നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ളൊരു ലോങ് സ്ട്രിപ്പ് കിട്ടും. എന്നിട്ട് ഇത് രണ്ട് അറ്റവും കൂടെ ഇങ്ങനെ വരുന്ന രീതിയിൽ തുന്നി കൊടുക്കുക, അടിച്ചു കൊടുക്കുകയോ ചെയ്യാം. എന്നിട്ട് ഇത് മോളുടെ ഒരു പഴയ പാൻറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് കാലിൻ്റെയും ഭാഗം മുറിച്ചെടുത്തിട്ട് നേരത്തെ പോലത്തെ തന്നെ ചുറ്റിലും അടിച്ചു കൊടുക്കുക. ചീത്ത ഭാഗം ഉള്ളിലേക്ക് വന്നിട്ട് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കാലിൻ്റെ അടിയിലെ ഭാഗം 2 പീസായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസ് മാറ്റി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഇതിന് ചുറ്റും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ 2 പീസ് നല്ല ആദ്യത്തെ പീസിനെ പോലെ തന്നെ ഷേപ്പാക്കി എടുക്കുക. നല്ല വൃത്തിയിൽ സ്ക്വയറായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് വേണം നമ്മൾ ചുറ്റിനും അടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഒരു തുറന്ന പീസായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗ ഉണ്ടാക്കിയെടുക്കണം. ഈ കാണുന്ന പോലെയാണ് നമ്മൾ ബൗ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യം അതിന് ചുറ്റിനും അടിച്ചു കൊടുക്കണം.
ഞാനിപ്പോൾ ഇവിടെ തുന്നിയാണ് എടുത്തത്. തുന്നാൻ ബുദ്ധിമുട്ടുള്ളവർ അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലൊരു പോക്കറ്റ് പോലെ കിട്ടും. അങ്ങനെ ഹോളുള്ളൊരു പോക്കറ്റ് പോലെ. ഇതുപോലെ തന്നെ മറ്റതും നമ്മൾ തുന്നിയെടുക്കുക. നേരത്തെ റെഡിയാക്കിയ ഹെയർ ബാൻഡിൻ്റെ അതും ഞാൻ തുന്നി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുന്നുന്ന ഭാഗം കാണും. അത് സാരമില്ല, അത് നമ്മളെ മക്കളുടെ തലയുടെ ബാക്കിലായിട്ടാണ് വരിക. അതിങ്ങനെ തുന്നുന്ന അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് അത് കാണൂല. തുന്നുകയാണെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് നൂലൊക്കെ കാണും. അപ്പോൾ തുന്നിയെടുക്കുക. എന്താ നമ്മൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്തെടുക്കുക. എന്നിട്ടൊരു ലോങ് സ്ട്രിപ്പ്, ഈ കാണുന്ന പോലെ ഒരു ലോങ് സ്ട്രിപ്പും കൂടെ അടിച്ചെടുക്കണം, വെട്ടിയെടുക്കണം. എങ്ങനെ ബോ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനെ 3ആയിട്ട് മടക്കുക. എന്നിട്ട് നേർ പകുതിയിൽ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ മാത്രമേ ശരിയാവുന്നുള്ളൂ. ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ ശരിയായത്. അപ്പോൾ റെഡി ആവുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് കുറച്ച് കട്ടിയുള്ള തുണിയാകുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളൂ. കട്ടിയില്ലാത്ത തുണിയാകുമ്പോൾ പെട്ടെന്ന് ശരിയാവുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു നൂലുകൊണ്ട് അതിന് ചുറ്റും റൗണ്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെക്യൂർഡ് ആക്കുക. എന്നിട്ട് വേണം നമ്മുടെ ആ ലോങ് സ്ട്രിപ്പ് കൊണ്ട് നമ്മൾ അത് ആ ഒരു നൂലിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടെ മുകളിലൂടെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു ബോ അടുത്ത പീസ് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡ് എടുത്ത ശേഷം അതിൻ്റെ നേർ പകുതി അളന്നെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ ബോ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുക ചെയ്യുന്നത്. നടുവിൽ തന്നെ കൊടുക്കൂല, അതിൻ്റെ ഒരു സൈഡിലേക്കാക്കിയിട്ട് ഇഷ്ടമുള്ള സൈഡ് സെലക്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു നൂല് കൊണ്ട് നന്നായിട്ട് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.